ഗൈസ്, വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ നെഹന. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സുകാരുടെ സോങ് ഓഫ് ദി റെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അപ്രീസിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നോട്ടിലോട്ട് പോവാം. സോങ് ഓഫ് ദി റെയിൻ റിട്ടൺ ബൈ ഖലീൽ ജിബ്രാൻ. ഖലീൽ ജിബ്രാൻ ഒരു ലെബനീസ് പോയറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അപ്രീസിയേഷൻ നോക്കാം. Song of the Rain is a poem by Khalil Gibran, the famous Lebanese poet. It describes the heavenly beauty of the rain. The rain itself is the speaker. എന്താണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആ ഒരു ചെറിയൊരു കുഞ്ഞു പാരഗ്രാഫ് ആണല്ലേ. അപ്പോൾ ഒരു കുഞ്ഞു പാരഗ്രാഫിൽ എന്താ പറയുന്നത്? സോങ് ഓഫ് ദി റെയിൻ എന്ന് പറയുന്ന ഒരു പോയം എഴുതിയേക്കുന്നത് ആരാണ്? ഖലീൽ ജിബ്രാൻ. അത് ആരാണ്? ദി ഫേമസ് ലെബനീസ് പോയറ്റ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ഹെവൻലി ബ്യൂട്ടി ഓഫ് ദി റെയിൻ. അത് ആ ഒരു പോയം എന്താണ് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ആ പോയം എന്താണ് പറയുന്നത്? മഴയുടെ സ്വർഗതുല്യമായ ഭംഗിനെ പറ്റിയാണ് എന്തിൽ പറയുന്നത്? ആ ഒരു പോയത്തിൽ പറയുന്നത്. ദി റെയിൻ ഇറ്റ് സെൽഫ് ഈസ് എ സ്പീക്കർ. അപ്പോൾ നമ്മുടെ ഈ പോയത്തിലെ സ്പീക്കർ എന്ന് വെച്ചാൽ ആരാണ്? ആ ഒരു പോയം പറയുന്നതായിട്ട് ആരാണ് പറയുന്നത്? റെയിൻ ആണ് എന്ത് ആ ഒരു പോയം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. എന്താണ് അടുത്ത പാരഗ്രാഫിൽ പറയണത്? ദി റെയിൻ ലുക്സ് ലൈക്ക് സിൽവർ ത്രെഡ്സ് കമ്മിങ് ഫ്രം ഹെവൻ സെൻറ്റ് ബൈ ഗോഡ്. മദർ നേച്ചർ യൂസസ് ദി റെയിൻ ടു ബ്യൂട്ടിഫൈ ദി ഫീൽഡ്സ് ആൻഡ് വാലീസ്. ഇറ്റ് ഈസ് ദി വെരി പേൾസ് പ്ലക്കഡ് ഫ്രം ദി ക്രൗൺ ഓഫ് ഇഷ്തർ, ദി ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി. വെൻ ദി റെയിൻ ക്രൈസ് ഇറ്റ് ബ്രിങ്സ് ലാഫ്റ്റർ ടു ദി ഹിൽസ്. The flowers rejoice at its arrival. When it sees a field, it falls down on it. It touches every windows with its soft fingers. ഓക്കെ, അപ്പോൾ അതൊരു ഇച്ചിരി വലുതാണല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ദി റെയിൻ ലുക്സ് ലൈക്ക് സിൽവർ ത്രെഡ്സ് കമ്മിങ് ഫ്രം ഹെവൻ സെൻറ്റ് ബൈ ഗോഡ്. അപ്പോൾ റെയിൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്? റെയിൻ ലുക്സ് ലൈക്ക് എന്തുപോലെയാണെന്നാണ് പറയുന്നത്? സിൽവർ ത്രെഡ്. സിൽവർ ത്രെഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വെള്ളി നൂലുകൾ പോലെയാണ് റെയിൻ എന്നാണ് പറയണേ. കമ്മിങ് ഫ്രം ഹെവൻ, എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ഹെവൻ. ഹെവൻ എന്ന് പറയുമ്പോൾ സ്വർഗം, എല്ലാവർക്കും അറിയാം സ്വർഗം. പക്ഷേ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് എന്താണ് സ്വർഗം എവിടെയാണെന്നാ പറയുക? ആകാശത്താണെന്നല്ലേ സ്വർഗം എന്ന് പറയണേ. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ഇവിടെ ഹെവൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കമ്മിങ് ഫ്രം ഹെവൻ, ഹെവൻ എന്ന് വെച്ചാൽ എന്താണ്? ആകാശം. സെൻറ്റ് ബൈ ഗോഡ്, ആരാണ് ആ ഒരു മഴ അയക്കണത്? ദൈവം. ഗോഡാണ് എന്ത് ആ ഒരു മഴത്തുള്ളികളെ ഈ ഒരു ഭൂമിയിലോട്ട് അയക്കണത്. നെക്സ്റ്റ് ലൈൻ, മദർ നേച്ചർ യൂസസ് ദി റെയിൻ ടു ബ്യൂട്ടിഫൈ ദി ഫീൽഡ്സ് ആൻഡ് വാലീസ്. അടുത്ത വരി എന്താണ്? മദർ നേച്ചർ. നമ്മൾ പ്രകൃതിനെ എപ്പോഴും എന്താണ്? അമ്മയാണെന്നാണ് പറയാറ്. അപ്പോൾ മദർ നേച്ചർ യൂസസ് ദി റെയിൻ ടു ബ്യൂട്ടിഫൈ ദി ഫീൽഡ്സ് ആൻഡ് വാലീസ്. നമ്മുടെ പ്രകൃതിയായ അമ്മ എന്താണ്? ആ ഒരു മഴനെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫീൽഡ്സും വാലീസൊക്കെ എന്താണ്? ബ്യൂട്ടിഫൈ ചെയ്യാണ്, മനോഹരമാക്കുകയാണ്. അടുത്ത വരി, ഇറ്റ് ഈസ് വെരി പേൾസ് പ്ലക്കഡ് ഫ്രം ദി ക്രൗൺ ഓഫ് ഇഷ്തർ, ദി ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി. അപ്പോൾ അടുത്ത എന്താ പറയുന്നത്? അതൊരു പേളാണ്. എന്താണ് പേൾ എന്ന് പറയുന്നത്? നമ്മുടെ മഴ എന്താണ്? ഓരോ മഴത്തുള്ളി എന്താണ്? ഓരോ പേളുകളാണ്, പേൾസ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി പേൾസ് പ്ലക്കഡ് ഫ്രം ദി ക്രൗൺ ഓഫ് ഇഷ്തർ. ഇഷ്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി, ഫലഭൂഷ്ഠതയുടെ ഗോഡസ് ആണ് ആര്? ഇഷ്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്തറിന്റെ ക്രൗണിൽ നിന്ന്, കിരീടത്തിൽ നിന്ന് പറിച്ചെടുത്ത മുത്തുകളാണ് എന്ത്? നമ്മുടെ മഴ എന്നാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. When the rain cries, it brings laughter to the hills. അടുത്ത വരി എന്താണ്? മഴ കരയുമ്പോൾ, മഴ കരയാണ്. അപ്പോൾ എന്താണ് മഴ? മറ്റുള്ളവർക്ക്, അതായത് ഫീൽഡിന്, നമ്മുടെ പാടങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂമിക്ക് എന്താണ്? ഒരു ലോഫ്റ്റർ, ഒരു പൊട്ടിച്ചിരി മഴ നൽകുകയാണെന്നാണ് പറയണേ. ദി ഫ്ലവേഴ്സ് റിജോയ്സ് അറ്റ് ഇറ്റ്സ് അറൈവൽ. മഴ വരുമ്പോഴൊക്കെ എന്താണ്? ഫ്ലവേഴ്സൊക്കെ എന്താണ്? സന്തോഷിക്കുന്നു. മഴ വരുമ്പോൾ ഫ്ലവേഴ്സ് എന്താണ്? സന്തോഷിക്കുന്നു. When it sees a field, it falls down on it. മഴ ഒരു അതിനാവശ്യമായ മഴ ആവശ്യം എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ചുട്ടി വരേണ്ട ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലം, അവിടേക്ക് എന്താണ്? മഴ ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലം കാണുമ്പോൾ, ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു പാടം അല്ലെങ്കിൽ ഒരു ഭൂമി, അത് കാണുമ്പോൾ എന്താണ്? മഴ അതിന്മേലേക്ക് എന്താണ്? പെയ്തിറങ്ങുകയാണ്. ഇറ്റ് ടച്ചസ് എവറി വിൻഡോ വിത്ത് ഇറ്റ് സോഫ്റ്റ് ഫിംഗേഴ്സ്. എന്നാണ്? ഓരോ ജനലുകളും ആ മഴയുടെ ആ ഒരു സോഫ്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് എന്താണ്? അത് ടച്ച് ചെയ്യുകയാണെന്നാണ് പറയണം. ഓക്കെ, അതാണ് നമ്മുടെ എന്താണ്? സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ്, മൂന്നാമത്തെ പാരഗ്രാഫിലോട്ട് പോവാം. എന്താണ് മൂന്നാമത്തെ പാരഗ്രാഫ്? ഇറ്റ് ഈസ് ബോൺ ഫ്രം ദി ഹോട്ട് എയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ബട്ട് ഇറ്റ് കിൽസ് ദി ഹീറ്റ്, ദി വൺ ഹൂ ഗേവ് ബർത്ത് ടു ഇറ്റ്. ദി റെയിൻ ഈസ് ദി സൈ ഓഫ് ദി സീ. ദി പോയം എൻഡ്സ് ലൈക്ക് എ ഫ്രണ്ട്ലി ലെറ്റർ സോ വിത്ത് ലവ്. ഓക്കെ, നമുക്ക് അവിടം വരെ നോക്കാം. എന്താണ്? ഇറ്റ് ഈസ് ബോൺ ഫ്രം ദി ഹോട്ട് എയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ബട്ട് ഇറ്റ് കിൽസ് ദി ഹീറ്റ്, ദി വൺ ഹൂ ഗേവ് ബർത്ത് ടു ഇറ്റ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മഴ ആയൊരു കടലിലായൊരു സമ്മർദ്ദം മൂലം എന്താണ്? ആ ഒരു ഹോട്ട് എയർ നീരാവിയായിട്ട് പൊന്തിപ്പോയി അങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്. അപ്പോൾ
ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു ചൂട് കാരണം ആ ഒരു ഹോട്ടായിട്ടുള്ള എയർ കാരണമാണ് എന്തുണ്ടാവുന്നത്, മഴ ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, മഴ ഇപ്പോൾ പെയ്തിറങ്ങുകയാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും മഴയല്ലേ. അപ്പം മഴ പെയ്തിറങ്ങുമ്പോൾ നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, നമുക്ക് തണുവാണ് അനുഭവപ്പെടുന്നത്. അപ്പം എന്താണ്, ചൂട് കാരണമാണ് എന്തുണ്ടായത്, മഴ ഉണ്ടായത്. പക്ഷെ മഴ പെയ്തിറങ്ങുമ്പോൾ എന്താണ്, ആ ഒരു ചൂടില്ലാതാക്കി അവിടെ മൊത്തം എന്താണ്, തണുപ്പാക്കുന്നു. ഓക്കെ, ദി റെയിൻ ഈസ് ദി സൈ ഓഫ് ദി സീ. അതായത് നമുക്ക് ഈ ഒരു ലൈൻ എന്താണ്, നേരെ ആ ഒരു പോയിന്റിൽ തന്നെയുള്ള ഒരു ലൈനാണ് എന്താണ്, റെയിൻ. മഴ എന്ന് പറയുന്നത് എന്താണ്, സീയുടെ, അതായത് കടലിൽ നിന്ന് എന്താണ്, നെടുവീർപ്പാണെന്നാണ് പറയുന്നത്. എന്താണ്, കടലിന്റെ നെടുവീർപ്പാണ് എന്ത്, മഴ. ദി പോയം എൻഡ്സ് ലൈക്ക് എ ഫ്രണ്ട്ലി ലെറ്റർ സോ വിത്ത് ലവ്. എന്താണ് ഈ ഒരു പോയം എന്താണ് അവസാനിക്കണത്, എങ്ങനെയാണ്, ഒരു ഫ്രണ്ട്ലി ലെറ്റർ പോലെയാണ് എന്ത് അവസാനിക്കണത്, ഈ ഒരു പോയം അവസാനിക്കണത്, സോ വിത്ത് ലവ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്താണ്, ഈ ഒരു പോയത്തിൽ എന്താണ് ഫിഗർ ഓഫ് സ്പീച്ചും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പോയത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ്, കുറേ അധികം ഫിഗർ ഓഫ് സ്പീച്ചുകൾ ഉണ്ട്. നമുക്കിപ്പോൾ എല്ലാം നമുക്ക് എക്സാമിന് എഴുതേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, മെയിനായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ പഠിച്ച് എക്സാമിന് എഴുതണം. ഓക്കെ, ദി പോയം ഈസ് ഡിവൈഡഡ് ഇൻ ടു 3, 4 and 5 line stanzas. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, പോയം വായിച്ചപ്പോൾ എന്താണ് എല്ലാത്തിലും എന്താണ് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് എന്താണ് സ്റ്റാൻസാസ് ആണ് ഉള്ളത്. അതായത് ഓരോ പോയം എന്താണ്, ചിലത് 3 lines ആയിരിക്കും, ചിലത് 4 lines ആയിരിക്കും, അല്ലെങ്കിൽ ചില 5 lines ആയിരിക്കും അല്ലേ. എല്ലാ സ്റ്റാൻസാസിലും എന്താണ് ലൈൻസുകളുടെ നമ്പർ എന്താണ് വ്യത്യാസമുണ്ട്. ദേ ഡോണ്ട് ഫോളോ എനി റൈം സ്കീം. നിങ്ങൾ അതും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു പോയം എന്താണ് റൈം സ്കീം ഒന്നും ഫോളോ ചെയ്യണില്ല. റൈം സ്കീം എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, A, B അങ്ങനെ ഉള്ള റൈം സ്കീം ഒന്നും എന്താണ് നിങ്ങൾ ഈ ഒരു പോയത്തിൽ ഫോളോ ചെയ്യണില്ല. ഓക്കെ, ഇനി ഇതിൽ പറയാൻ പോണ എന്താണ്, ഇതിലെ കുറച്ച് എന്താണ് ഫിഗർ ഓഫ് സ്പീച്ചും കാര്യങ്ങളൊക്കെയാണ്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണത് മെറ്റഫർ. ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്. മെറ്റഫർ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതാണ് ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്. അതെന്താ ഉദ്ദേശിക്കുന്നത്, എൻ്റെ എക്സാമ്പിൾ ആണ്. മെറ്റഫർ എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, മെറ്റഫർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കമ്പാരിസൺ ആണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പാരിസൺ എന്നാണ് ഇവിടെ ആ ഉറപ്പിച്ചതാണ്, ഒരു കമ്പാരിസൺ ഇവിടെ നടക്കുകയാണ്. ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ് അല്ലേ. അടുത്ത എന്താണ് സിമിലി. ഐ ആം ലൈക്ക് എർത്തിലി ലൈഫ്. നിങ്ങൾക്ക് എന്താണ് മെറ്റഫറിന് സിമിലി അറിയുമെങ്കിൽ മെറ്റഫർ അറിയാൻ പറ്റും അല്ലേ. സിമിലി എന്താണ് ലൈക്ക് ഓർ ആസ് വരുന്നതായിരിക്കും എന്ത് ആ സിമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഐ ആം ലൈക്ക് എർത്തിലി ലൈഫ്. ഇവിടെ ലൈക്ക് പറഞ്ഞുകൊണ്ട് എന്താണ് അവിടെ സിമിലി. ഓക്കെ, അടുത്തതാണ് വിഷ്വൽ ഇമേജ്. ഫീൽസ് വാലീസ്. കുറേ അധികം വിഷ്വൽ ഇമേജ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് എന്താണ് കുറച്ച് ഒരു 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, എന്താണ് വിഷ്വൽ ഇമേജ് എന്താണ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്, അതാണെന്ത് വിഷ്വൽ ഇമേജ്. ഓക്കെ, ഫീൽഡ്സ് ആൻഡ് വാലീസ്. ഞാൻ അടുത്ത ഓഡിറ്ററി ഇമേജ് വെൻ ഐ ക്രൈ. ഓക്കെ, എന്താണ് ഓഡിറ്ററി ഇമേജ്. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ ഇമേജ് പഠിക്കുമ്പോൾ തന്നെ ഓഡിറ്ററി ഇമേജ് മനസ്സിലാവും, എന്താണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, വെൻ ഐ ക്രൈ. അടുത്താണെന്ത് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ എപ്പോഴും എല്ലാവർക്കും കുറച്ച് ഡൗട്ടാണ്, ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണല്ലേ. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഹിൽസ് ലവ്. എന്തായിരിക്കും അതിൽ പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് വരുന്നത്, അതായത് ഒരു മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി, ഒരു ഹ്യൂമൻ ക്വാളിറ്റി എന്താണ് മറ്റൊരു വസ്തുവിന് കൊടുക്കണതാണ് എന്ത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹിൽസ് ലവ് എന്താണ്, ഹിൽസ് ചിരിക്കുക എന്നാ പറയണ. ഹിൽസ് ചിരിക്കുമോ, ശരിക്കും ഇല്ല. അപ്പോൾ എന്താണ് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ ആണെന്ത് അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഒരു പെർട്ടിക്കുലർ സൗണ്ട്. ആ ഒരു സൗണ്ട് എന്താണ് ഒരു പേഴ്സ് പ്ലക്കഡ്, കണ്ടില്ലേ നിങ്ങൾ പി എന്ന് പറയുന്ന സൗണ്ട് എന്താണ് റിപ്പീറ്റേഷൻ വരുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് എന്ത് അവിടെ അലിട്രേഷൻ. ദിസ് മേക്സ് ദി പോയം ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എന്താണ് ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ എന്താണ് ഈ ഒരു പോയം കൂടുതൽ എന്തുണ്ടാക്കുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. ദി വേർഡ് ചോയ്സ് ഈസ് സിമ്പിൾ. അതാണ് നമ്മുടെ ലാസ്റ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്രീസിയേഷൻ. ഭയങ്കര കുഞ്ഞ് അപ്രീസിയേഷൻ ആണല്ലേ. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചു പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു അപ്രീസിയേഷൻ പഠിച്ചു പോകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.